ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു ഷോപ്പിങ്ങും അതുപോലെ തന്നെ നമ്മുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളുമാണ്. പിന്നെ ആദ്യം തന്നെ എൻ്റെ സൗണ്ട് ചെറുതായിട്ടൊന്ന് പോയിട്ടുണ്ട്. 2 ദിവസമായിട്ട് ചെറിയ പനിയും ജലദോഷമൊക്കെ ഉണ്ടായിരുന്നേ. അപ്പം സൗണ്ട് കുറച്ചൊന്ന് പോയിക്കണ്. അപ്പോൾ അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യാം. അങ്ങനെ രാവിലെ തന്നെ ഇവർ രണ്ടാളും ഒരുമിച്ചാട്ടോ എണീക്കുക. അല്ലെങ്കിൽ ഒരാൾ നേരത്തെ എണീറ്റാൽ മറ്റേ ആളെ എന്തായാലും പോയി എണീപ്പിക്കും കേട്ടോ. പിന്നെ ഉപ്പ ഇറങ്ങാൻ നേരത്ത് രണ്ടാളും വേഗം തന്നെ ഉണ്ടാവുകയെ ഓരെന്നെ റെഡി ആയിട്ട് ഉപ്പ മാറ്റി വന്നത് കണ്ടാൽ ഓലെന്നെ റെഡി ആയിട്ട് അങ്ങ് പോകാൻ നിൽക്കലാണ്. പുറത്ത് പോവാന്ന് കേട്ടാൽ ഷൂ എവിടാന്നുള്ള വെച്ചാൽ അവിടുന്ന് അവർ തപ്പി പിടിച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഫുള്ള് തപ്പേണ്ടി വരും. ഇത് ഓർക്ക് ആവശ്യമുള്ളപ്പോൾ ഓരെണ്ണം അങ്ങ് എടുത്തുകൊണ്ട് വരെ. പിന്നെ മിക്ക ദിവസവും ഉപ്പ രാവിലെ പുറത്തിറങ്ങലുണ്ട് കേട്ടോ, ഉപ്പൻ്റെ ഫ്രണ്ട്സിനെ കാണാനൊക്കെ. അപ്പം ഇവരെ ഇന്ന് എന്തായാലും കൊണ്ടുപോകില്ല കേട്ടോ, കാരണം ഇവർ രണ്ടാളും എണീറ്റ് അതുപോലാണ് ഉള്ളത്. പിന്നെ നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചക്കത്തേക്കുള്ള പരിപാടി നോക്കുകയാണേ. ഇതൊരു നല്ല രസമുള്ളൊരു കറിയാണ്. അതിൻ്റെ റെസിപ്പി ഞാനൊന്ന് സ്പീഡ് പറഞ്ഞുതരാം. ഇത് നമ്മൾ സാധാ പരിപ്പ് കറി തന്നെയാണ്, പക്ഷേ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പക്ഷേ ഇതിൽ യൂസ് ചെയ്തത് നമ്മൾ സാധാ കറി വെക്കണ പരിപ്പല്ലേ, ഇവിടെയൊക്കെ നമ്മൾ അതിന് പായസപ്പരിപ്പ് എന്നാ പറയുക, ആ ചെറിയ പരിപ്പില്ലേ. അപ്പം ആ പരിപ്പ് 1.5 കപ്പ് എടുത്തേണ്. പിന്നെ അതിലേക്ക് ചെറിയൊരു തക്കാളി, വെളുത്തുള്ളി, പിന്നെ അതുപോലെ തന്നെ പച്ചമുളക്, പിന്നെ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ മല്ലിപ്പൊടി, ഇതും ഉപ്പും അല്പം വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ അങ്ങ് വിസിൽ വരുത്തുക. പിന്നെ അവിടെ ഉള്ളതുകൊണ്ട് സോനു ഒരു ചെറിയ കഷ്ണം വെള്ളരിയും കൂടി ഇട്ടീനെ. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. നമ്മൾ ഉള്ളതുകൊണ്ട് മാത്രം ഇട്ടാണ്. ഒരു 4-5 വിസിൽ വന്നാൽ തന്നെ ആ കറി അങ്ങ് റെഡി ആവും കേട്ടോ. പിന്നെ അങ്ങ് തൂമിച്ച് നമുക്കങ്ങ് കൂട്ടാൻ നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാ പരിപ്പ് കറി ഉണ്ടാക്കൂലേ, അതിലും ടേസ്റ്റാട്ടോ. നമ്മൾ തേങ്ങ അരച്ചില്ലെങ്കിലൊന്നും ഒരു പ്രശ്നമില്ല. ഇതിലേക്ക് തേങ്ങ അരയ്ക്കേണ്ട ഒരാവശ്യമില്ല കേട്ടോ, അല്ലാതെ തന്നെ ടേസ്റ്റ് ഉണ്ട്. അപ്പം സാധാ പരിപ്പ് കൊണ്ട് വെച്ച് മടുത്തിട്ടുണ്ടെങ്കിൽ ഈ പരിപ്പ് കൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ. പിന്നെ പറഞ്ഞില്ലേനു ഉച്ചക്ക് ഞാനും സോനും മാത്രം കേട്ടോ കിച്ചണിൽ ഉണ്ടായാൽ. അപ്പം ഇത് ഫ്രൈ ആക്കാനുള്ള കൂന്തൽ മുറിച്ചിടുകയാണ്. അപ്പോൾ കുറച്ച് കോമഡിയൊക്കെ നടത്തുകയാണ്. അതിൻ്റെ ഞാൻ റിയൽ വോയിസ് ഇടാവേ. ഇതിങ്ങനെ ചെറുതാക്കല്ലേ, ഇത് പൊരിക്കാനല്ല, കുക്കറിൽ വേവിക്കാനാ. കുക്കറിൽ വേവിച്ചാൽ അലിഞ്ഞു പോകും. 2 പീസാക്കട്ടെ. ഇങ്ങനെ നമുക്ക് മൊത്തം അലിഞ്ഞ് കറിയായി പോലേ, മീനല്ലേ. ഇത് ഫുള്ളായിട്ട് തിന്നാനേ ഞങ്ങൾക്കൊക്കെ ഇഷ്ടം. ഇങ്ങനെ വീട്ടിൽ നാശാക്കല്ലേ, നിർത്ത്. വീഡിയോ ഫുള്ളായില്ലേ, മുക്കിയല്ലേ നീ പറ്റ ചെറുതായി തിന്നാണ്ടാവോ. ഞാനിങ്ങനെ ചില വീഡിയോയിൽ നമ്മൾ കാണില്ലേ, ഇത് ചെറിയ പീസായിട്ട് കൂന്തലുണ്ടാൽ അങ്ങനെ ആക്കാൻ നോക്കിയേനെ കേട്ടോ. പക്ഷേ അല്ലാണ്ട് തന്നെ മതി എന്ന് പറഞ്ഞിട്ട് ഓൾ അതിൽ പിന്തിരിപ്പിക്കുകയാണ് ചെയ്തത്. പിന്നെ ഇത് കുക്കിംഗ് ഒക്കെ ഓളാണ് ചെയ്യുന്നത്, ഞാൻ ജസ്റ്റ് കട്ട് ചെയ്യൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇത് നമ്മൾ സാധാ പോലെ തന്നെ കേട്ടോ. ആദ്യം നമ്മൾ കൂന്തൽ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിക്കുക. പിന്നെ നമ്മൾ മസാല ഉണ്ടാക്കിയിട്ട് അതിലിട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷെ അത് ഭയങ്കര ഫ്ലോപ്പായിപ്പോയി. കാരണം കൂന്തൽ നമ്മൾ കുക്കറിലിട്ടാട്ടോ വേവിച്ചത്. അപ്പോൾ ഭയങ്കരമായിട്ട് കുക്കായിട്ട് ഡബ്ബറ പോലെ ആയ അതാട്ടോ അതിൻ്റെ റെസിപ്പി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. പിന്നെ അത് നമ്മൾ അവിടെ താഴെ തന്നെയുള്ള ഒരു ഡേ ടു ഡേയിലേക്ക് വന്നതാണ്. കാര്യമായിട്ടൊന്നും വാങ്ങിക്കാനില്ല, എന്നാലും കണ്ടാൽ എന്തെങ്കിലും വാങ്ങിക്കാലോ എന്ന് വിചാരിച്ച് വന്നാട്ടോ. നമ്മളിത് ഫുഡൊക്കെ കഴിച്ചിട്ട് വൈകുന്നേരമാണ് വരുന്നത്. നമ്മളെല്ലാവരും ഫ്രീ ആയിരുന്നു. അപ്പം അങ്ങ് വെറുതെ ഇറങ്ങുകയാണ് ചെയ്തത്. പിന്നെ ഈ ഒരു സെക്ഷനാണ് എൻ്റെ ഫേവറേറ്റ് കേട്ടോ. പെൺകുട്ടികളുടെ ഉമ്മാർക്കറിയായിരിക്കും ഈ ക്ലിപ്പ് പോലെ ഹെയർ ആക്സസറീസൊക്കെ ഭയങ്കര താല്പര്യമായിക്കോട്ടോ ഉമ്മാർക്ക്, മക്കൾക്ക് വേണ്ടിയിട്ട് നോക്കാൻ. അതാണെങ്കിൽ നമ്മൾ എത്ര ഉണ്ടായാലും അങ്ങ് തികയൂല കേട്ടോ. എനിക്ക് മോള് വേണമെന്ന് തന്നെ ദുആ ചെയ്തത് ഇങ്ങനെ ക്ലിപ്പും അതുപോലെ മുടിപ്പിന്നൊക്കെ ചെയ്തിട്ട് നല്ല രസമല്ലേ ഉടുപ്പൊക്കെ ഇട്ടെന്ന് കാണാൻ, അതിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. പക്ഷെ അതിനെ നേരെ തിരിച്ചാണ്. ആകെ ക്ലിപ്പും ഉടുപ്പും ഒക്കെ ഭയങ്കര അലർജി കേട്ടോ. ഒക്കെ അത് പറ്റുന്നില്ല, അതിട്ട് കൊടുത്താൽ ഭയങ്കര കച്ചറായിക്കും. പിന്നെ ഇത് ഡേ ടു ഡേ ആയതുകൊണ്ട് തന്നെ അറിയാമല്ലോ, ഇവിടുത്തെ സാധനത്തിന് വലിയ ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല കേട്ടോ. എന്നാലും നമുക്ക് ജസ്റ്റ് ഒരു ഷോക്കൊക്കെ വേണമെങ്കിൽ വാങ്ങിക്കാവേ.
പിന്നെ ഈ ഒരു ബൗള് ഞാൻ എടുത്തേണ്, ഈ 2 ബൗളും എടുത്തേണ്, രണ്ടിൻ്റെയും ഓരോ പീസ് വീതാട്ടോ എടുത്തത്. അതായത് നമുക്ക് എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഈ പുഡിങ്ങൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്താണ്. പിന്നെ ഈ ഒരു കത്തി ഞാൻ കുറേ ദിവസമായി വിചാരിക്കുന്നു കേട്ടോ, വാങ്ങിക്കണമെന്ന്. അത് ഭയങ്കര യൂസ്ഫുള്ളാണെന്ന് പറയുന്നത് കേട്ടീനും. കുറേ ആളുടെ റിവ്യൂസൊക്കെ ഞാൻ കണ്ടിരുന്നു കേട്ടോ. നമ്മൾ ഈ ഷെമിസോൺ എന്ന് പറഞ്ഞ ചാനലില്ലേ, ഞാൻ അവരുടെ ചാനൽ ഇങ്ങനെ സ്ഥിരം കാണലുണ്ട്. അപ്പോൾ ഓരിങ്ങനെ ഈ കത്തി ഉപയോഗിക്കുമ്പോൾ എനിക്കും തോന്നാറുണ്ടായിരുന്നു ഒരു ദിവസം ഇത് വാങ്ങി നോക്കണോ, എങ്ങനെയാണെന്ന് നോക്കണോ എന്നൊക്കെ വിചാരിച്ചിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ എടുത്തപ്പോൾ അതെന്നോട് മിസ്സായിപ്പോയി. ആ കത്തി വാങ്ങിക്കാൻ പറ്റിയില്ല കേട്ടോ. നമ്മൾ എടുത്തിട്ട് ആ ട്രോളിയിൽ ഇട്ടീനു, പക്ഷേ ബില്ല് ചെയ്ത് നമുക്ക് കൈ കിട്ടിയപ്പോൾ അത് അതിൽ മിസ്സിങ് ആണ്. ബില്ലിങ്ങിൽ ആ സാധനത്തിൻ്റെ എമൗണ്ട് ഒന്നും വന്നില്ല കേട്ടോ. നമ്മൾ റൂമിലെത്തിയ നോക്കിയപ്പോൾ ആണ് അറിയുന്നത് ആ സാധനം മിസ്സായി പോയല്ലോ എന്ന് കേട്ടോ. പിന്നെ ഇവിടെ ഇതുപോലത്തെ ഒരുപാട് ഡെക്കറേഷൻ്റെ ഈ ബൗളുകളും പ്ലേറ്റ്സും ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇവിടുന്ന് വാങ്ങിച്ചാൽ മെയിൻ പ്രശ്നം നമുക്ക് പുഡിങ്ങിന് സേവ് ചെയ്യാനും അങ്ങനെ ഈ സ്പെഷ്യൽ ഒക്കേഷൻസിന് സേവ് ചെയ്യാനൊക്കെ ആണെങ്കിൽ നമുക്ക് വാങ്ങിക്കട്ടോ. അല്ലാതെ വലിയ ക്വാളിറ്റിയും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ലേ. പിന്നെ ഇവിടെ നല്ല ഡ്രസ്സിൻ്റെ കളക്ഷനൊക്കെ കാണാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ ബേബീസിന് പറ്റിയ നല്ല കളക്ഷൻസ് ഉണ്ടാകാറുണ്ട്. നല്ല രസമുള്ള റോംബേഴ്സൊക്കെ ഉണ്ടാകലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പൂതിയാവും കേട്ടോ ഇട്ട് കൊടുക്കാൻ. പക്ഷേ അതിന് റോംബർ ഇടുന്ന ആ ഒരു പ്രായമൊക്കെ കഴിഞ്ഞില്ലേ, എന്നാലും നല്ല ക്യൂട്ട് റോംബേഴ്സൊക്കെ കാണും കേട്ടോ. കാരണം ഇവിടുന്ന് നമ്മൾ എത്തി കുറച്ച് നേരം വരെ അതിനെ ഉറങ്ങേനു കേട്ടോ. അത് കഴിഞ്ഞ് അതിന് എണീറ്റപ്പോൾ ഒരു 2 ആളും കൂടെ നല്ല കച്ചറ തുടങ്ങിന്. ഓലെല്ലാ സാധനവും എടുക്കലും എറിയലും ഒക്കെ ആയിട്ട് നല്ലോണം ഇടങ്ങേറാക്കുന്നുണ്ടായിന് കേട്ടോ. പിന്നെ ഇവിടുന്ന് കുറേ സാധനം വാങ്ങിക്കണമെന്ന് ഞാനൊരു ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയാണ് കൊണ്ടുവന്നത്. അപ്പം നമ്മൾ പോകുന്ന ഡേറ്റ് ഫിക്സ് ആയിട്ട് വാങ്ങിക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഇവിടെ നട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇതൊന്നും ക്വാളിറ്റി ഇല്ലാത്തതാണ്. വലിയ ക്വാളിറ്റി ഒന്നിനും ഉണ്ടാവില്ല. നമുക്ക് എന്തായാലും നട്ട്സൊന്നും അവിടുന്ന് നമ്മൾ ഇതുവരെ വാങ്ങിച്ചില്ല കേട്ടോ. കാരണം നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല. കാരണം നമ്മൾ നാട്ടിൽ കൊണ്ടുപോകുമ്പോൾ നമുക്ക് എന്തായാലും നല്ല ക്വാളിറ്റിയുള്ള സാധനം കിട്ടുന്നുണ്ട്. അപ്പം എന്തായാലും ഫുഡ് ഐറ്റംസ് ആകുമ്പം സ്പെഷ്യലായിട്ട് നല്ല വേണമല്ലോ. അപ്പം നമ്മൾ ഇവിടുന്ന് എന്തായാലും അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ഒന്നും വാങ്ങിക്കല്ല കേട്ടോ. നമ്മളെന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങൾ മാത്രമാണ് വാങ്ങിക്കൽ. അപ്പോൾ ഇന്നത്തെ കുട്ടി വ്ളോഗ് ഇത്രയല്ലേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇനി ഇൻഷാ അള്ളാ അടുത്ത വ്ളോഗുമായിട്ട് ഞാൻ വരാം കേട്ടോ.